നെക്സ്റ്റ് ശ്രദ്ധിക്കുക, ഫോസ്ഫൈൻ. ഫോസ്ഫൈൻ എന്ന് പറഞ്ഞാൽ PH3. ഫോസ്ഫൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് PH3. ഓക്കെ, ഫോസ്ഫൈൻ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ ലാബിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫോസ്ഫൈഡില്ലേ, കാൽസ്യം ഫോസ്ഫൈഡ് ഒന്നിക്കിൽ ഹൈഡ്രോളൈസ് ചെയ്യുക, വെള്ളം ചേർത്ത് ചൂടാക്കുക, അല്ലെങ്കിൽ ആസിഡ് ചേർക്കുക. മനസ്സിലായോ? ഇപ്പോൾ കാൽസ്യം ഫോസ്ഫൈഡിൻ്റെ ഫോർമുല എന്താണ്? Ca3P2. Ca3P2 കാൽസ്യം ഫോസ്ഫൈഡ് ഹൈഡ്രോളൈസ് ചെയ്യുക, വെള്ളം ചേർത്ത് ചൂടാക്കുക, കേട്ടോ. അന്നേരം നമുക്ക് PH3 കിട്ടും. PH3 കൂടെ കാൽസ്യം ഹൈഡ്രോക്സൈഡും കിട്ടും. അപ്പോൾ പഠിച്ച് വെച്ചാൽ മതി, ബാലൻസ് ചെയ്യണ്ട കേട്ടോ. ബാലൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും, നല്ലത് കേട്ടില്ലേ. ഇനി പരീക്ഷയ്ക്ക് അന്നേരം ബാലൻസ് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എത്ര മോൾസ് ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ ആവശ്യമുണ്ടാവും കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കാൽസ്യം ഫോസ്ഫൈഡ് Ca3P2 ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ചേർത്താലും എന്ത് കിട്ടും? PH3 കിട്ടും. പ്ലസ് കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും, കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആയാലോ? ഇത്രയും മനസ്സിലായോ? HCl ചേർത്ത് കഴിഞ്ഞാൽ കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ലാബിൽ ഏതുണ്ടാക്കൽ, പിന്നെ ഫോസ്ഫൈൻ ഉണ്ടാക്കൽ. ലാബിലല്ല, സാധാരണ ലാബിൽ പ്രിപ്പറേഷൻ വേറെ ഒന്ന് പറയുന്നത് ടെക്സ്റ്റിൽ കേട്ടോ. ഇനോർഗാനിക് ആയതുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാം ഇങ്ങനെ, കാൽസ്യം ഫോസ്ഫൈഡ് വെള്ളം ചേർത്ത് ചൂടാക്കിയാലും പ്രിപ്പയർ ചെയ്യാം, പഠിച്ചില്ലേ? അല്ലെങ്കിൽ ആസിഡ് ചേർക്കാം. ഇനി ലാബിൽ പ്രിപ്പയർ ചെയ്ത് പ്രത്യേകിച്ച് ടെക്സ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാനത് പിന്നെ മാറ്റി കേട്ടോ. നേരത്തെ പറഞ്ഞത് ലാബിൽ നിന്ന് മാറിപ്പോയി, ഇനോർഗാനിക് ആയതുകൊണ്ട് എല്ലാം കുറച്ചൊക്കെ മെമ്മറീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലാബിൽ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, ഏത് പിന്നെ വൈറ്റ് ഫോസ്ഫറസ് ഏതുമായിട്ട് NaOH ചൂടാക്കുമ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വരുന്നില്ലേ, PH3യും പിന്നെ NaH2PO2. ഓക്കെ, സോഡിയം ഹൈപ്പോഫോസ്ഫൈഡ് ഞാൻ ആദ്യം എഴുതുന്നില്ല, NaH2PO2 കേട്ടോ, സോഡിയം ഹൈപ്പോഫോസ്ഫൈറ്റ്. ഓക്കെ, ഇതാണ് ലാബിൽ ഏത് ഫോസ്ഫൈൻ ഉണ്ടാക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ഇനി പിന്നെ പറ്റുമെങ്കിൽ ആ ഇക്വേഷൻ മാത്രം ഒന്ന് ബാലൻസ്ഡ് ആക്കി പഠിച്ചോ, കാരണം P4 + NaOH + H2O വേണം കേട്ടോ. P4 + NaOH + H2O അത് മാത്രം വേണമെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്ത് പഠിച്ചോ. പറഞ്ഞുതരാം. P4 + 3 NaOH + 3 H2O gives PH3 + 3 NaH2PO2. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഏതൊഴികെ ബാക്കിയെല്ലാം 3 ഉണ്ട്. P4ഉം PH3 ഒഴികെ ബാക്കിയെല്ലാത്തിലും 3 ഉണ്ട്. അങ്ങനെ പഠിച്ചാൽ പറയാം. ഇപ്പോൾ പറഞ്ഞേ, P4 + 3 NaOH + 3 H2O gives PH3 + 3 NaH2PO2. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ വൈറ്റ് ഫോസ്ഫറസ് ശരിക്ക് നോൺ ഇൻഫ്ലെയിമബിൾ ആണ്, കേട്ടോ. എന്നാൽ അത് പിന്നെ ഇൻഫ്ലെയിമബിൾ ആവും. അതിൽ സാധാരണ പ്രിപ്പറേഷൻ സമയത്ത് 2 ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, P4 വേപ്പറും P2H2. അങ്ങനെ രണ്ട് ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. P4 വേപ്പറും P2H2 എന്ന് പറയുന്ന 2 ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അതിൻ്റെ പ്രസൻസിൽ അത് ഇൻഫ്ലെയിമബിൾ ആണ് കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോസ്ഫറസ് ഇൻഫ്ലെയിമബിൾ ആണോ നോൺ ഇൻഫ്ലെയിമബിൾ ആണോ? ആക്ച്വലി വൈറ്റ് ഫോസ്ഫറസ് ഇൻ പ്യുവർ ഫോം ഈസ് നോൺ ഇൻഫ്ലെയിമബിൾ. ക്ലിയർ? ഇനിയോ ഡ്യൂട്ടി പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെ? P4 വേപ്പർ ആൻഡ് P2H2 ഇറ്റ് ഈസ് ഇൻഫ്ലെയിമബിൾ കേട്ടോ. ഇനി അത് റിമൂവ് ചെയ്യണമെങ്കിൽ, അത് പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ, സോ ഹൗ വിൽ യു പ്യൂരിഫൈ ഫോസ്ഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോസ്ഫൈൻ ആ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് HI ചേർക്കും, കോൺസെൻട്രേറ്റ് ഹൈഡ്രോ അയോഡിക് ആസിഡ് HI ചേർക്കും. അപ്പോൾ HI ചേർക്കുമ്പോൾ അത് PH4I ആവും. PH4I ആ 2 സാധനവും P2H2വും പിന്നെയോ P4ഉം രണ്ടും എന്തായി മാറും? PH4I ആവും. ഫോസ്ഫോണിയം അയോഡൈഡ് എന്ന് പറയും, ഫോസ്ഫോണിയം അയോഡൈഡ്. എന്നിട്ട് ആ ഫോസ്ഫോണിയം അയോഡൈഡ് KOH ചേർത്ത് കഴിഞ്ഞാൽ അത് PH3 മാറും കേട്ടോ. ഫോസ്ഫോണിയം അയോഡൈഡ് KOH ചേർക്കുമ്പോൾ എന്തായി മാറും? PH3 മാറും. അപ്പോൾ എല്ലാ ഇമ്പ്യൂരിറ്റിയും എന്തായി മാറി? PH3 മാറി. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ. PH4I + KOH gives Ki + H2O + PH3. ഓക്കെ, സോ ഫോസ്ഫൈൻ്റെ പ്യൂരിഫിക്കേഷൻ പഠിച്ചു, ഫോസ്ഫൈൻ്റെ പ്രിപ്പറേഷൻ പഠിച്ചു അല്ലേ. യൂസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഹോം സിഗ്നൽസ് ആയിട്ട് ഉപയോഗിക്കും. ഹോം സിഗ്നൽ, HOLME', ഹോം സിഗ്നൽ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ ഹോം സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കടലിൽ പിന്നെ ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നൽ ഉപയോഗിക്കൽ കേട്ടോ. മനസ്സിലായോ? കടലിൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കൽ കപ്പലിലൊക്കെ. അപ്പോൾ ഈ കപ്പലിൽ നിന്ന് എന്ത് ചെയ്യും, കാൽസ്യം കാർബൈഡും അതുപോലെ തന്നെ ഏത് കാൽസ്യം ഫോസ്ഫൈഡും അത് രണ്ടും കൂടെ മിക്സർ, അതിൻ്റെ പേരാണ് ഹോം സിഗ്നൽ. അപ്പോൾ ഹോം സിഗ്നൽ കണ്ടെയ്ൻസ് എ മിക്സർ ഓഫ് ഏത് കാൽസ്യം കാർബൈഡ് ആൻഡ് കാൽസ്യം ഫോസ്ഫൈഡ്. ഈ കാൽസ്യം കാർബൈഡും കാൽസ്യം ഫോസ്ഫൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം pH3 ഉണ്ടാവും. കാൽസ്യം കാർബൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റ്ലീൻ വാതകം ഉണ്ടാവും. അസറ്റ്ലീൻ C2H2 അത്ര ഡെപ്തിൽ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൽ പറയുന്നത് C2H2. അതേസമയത്ത് കാൽസ്യം കാർബൈഡ് ഫോസ്ഫൈഡ് വെള്ളവുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഫോസ്ഫൈൻ pH3 ഉണ്ടാവും. ഈ ഫോസ്ഫൈൻ pH3 ഇല്ലേ, ഈ അസറ്റ്ലീൻ വാതകം വേഗത്തിൽ എന്ത് ചെയ്യും, കത്തും. അപ്പോൾ അസറ്റ്ലീൻ വാതകം കത്തുമ്പോൾ ഉണ്ടാകുന്ന തീ കൊണ്ട് pH3 കത്തിക്കും. മനസ്സിലായോ? അസറ്റ്ലീൻ വാതകം കത്തുമ്പോൾ ഉണ്ടാകുന്ന തീയില്ലേ, ആ തീ കൊണ്ട് pH3 കത്തും. pH3 എന്ത് ചെയ്യും, ആ കത്തുമ്പോൾ P4O10 ഉണ്ടാവും. അപ്പോൾ ആ P4O10ൻ്റെ പുക ഉണ്ടാകുമ്പോൾ ഇത് മനസ്സിലാവും കേട്ടോ. ഒരു ശത്രു പിന്നെ ഇത് രാജ്യത്തിൻ്റെ കപ്പൽ നമ്മുടെ കപ്പലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നില്ലത് കടലിലാകുമ്പോൾ ദൂരത്തിനെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. മനസ്സിലായോ? ഓക്കെ. അതേപോലെ തന്നെ പിന്നെ വേറൊരു ഇത് പറഞ്ഞാൽ അത് സ്മോക്ക് സ്ക്രീനായി ഉപയോഗിക്കും. കാരണം ഈ P4O10 pH3 കത്തിയാൽ P4O10 ഉണ്ടാവും. ഈ P4O10 കത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ പോലെ തന്നെ വേണമെങ്കിൽ അതിൽ നമുക്ക് എന്ത് വേണം പ്രദർശിപ്പിക്കാം. നല്ല കട്ടിപ്പുക അതേപോലെ ഡെൻസിറ്റിയിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 1 hour അത് സ്ക്രീനായി, അവിടെ സ്ക്രീൻ ഉണ്ടാവില്ല പക്ഷേ സ്ക്രീനായി തോന്നും കേട്ടോ. അപ്പോൾ സ്മോക്ക് സ്ക്രീനായിട്ട് ഉപയോഗിക്കാം. ക്ലിയർ? ഇത്രയും മനസ്സിലായല്ലോ. പിന്നെ ഒരു ഇൻടെക്സ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് pH3 ഒരു ബേസ് ആണോ അല്ലയോ എന്ന്. ഉറപ്പായും pH3 ബേസ് ആണ്. എന്തുകൊണ്ട് pH3 ബേസ് ആണ്? ലോൺ പെയർ ഉണ്ട്. ഞാൻ ബേസിക് സ്ട്രെങ്ത് നേരത്തെ പറഞ്ഞു, അമോണിയയുടെയും ഫോസ്ഫൈൻ്റെ ഒക്കെ. ആ pH3 HI റിയാക്ട് ചെയ്യും pH4I ഉണ്ടാവുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ബേസ് ആണെന്നില്ലേ തെളിയിക്കുന്ന ഇക്വേഷൻ അല്ലേ, അതാണ് ആ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇൻ വാട്ട് വേ വി ക്യാൻ ബി പ്രൂവ്ഡ് ദാറ്റ് pH3 ഈസ് ബേസിക് ഇൻ നേച്ചർ. ഓക്കെ. എന്തുകൊണ്ട് ബേസിക് ആവുന്നു? ലോൺ പെയർ ഉണ്ടായതുകൊണ്ട്. എങ്ങനെ പ്രൂവ് ചെയ്യുക? pH3 HI റിയാക്ട് ചെയ്യുമ്പോൾ pH4I ഉണ്ടാവും. ഓക്കെ. ഇനി ഫോസ്ഫറസ് ഹാലൈഡ്സ് ആണ്. ഫോസ്ഫറസ് ഹാലൈഡ്സ് ഒന്ന് PCl3 ഒന്ന് PCl5 ആണ്. PCl3 PCl5 ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ PCl3 PCl5ൻ്റെ സ്ട്രക്ചർ ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. യെസ്, PCl3 PCl5ൻ്റെ സ്ട്രക്ചർ ഇതാണ്. PCl3 കിട്ടില്ലേ? ഇത് ഒരു വരക്കണമെന്നില്ല, ഒരു ലോൺ പെയർ കാണിച്ചാൽ മതി. യെസ്, അപ്പോൾ ഇതെന്നാ പിരമിഡലാണ് അല്ലേ? PCl5ൻ്റെ സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിച്ചു തരാം. PCl5 ഓക്കെ. അപ്പോൾ ഒരു ട്രയാങ്കിളിൽ ഇത് ഉൾപ്പെടുത്തിയതിന് ശേഷം 2 വര വരക്കുക. ഇത് ആക്സിയൽ ബോണ്ടാണ്, മറ്റേത് രണ്ടും ഇക്വിറ്റോറിയൽ ബോണ്ടാണ്. ഓക്കെ, ഇത് ആക്സിയൽ ബോണ്ടാണ്. ക്ലിയർ ആയില്ലേ? ആക്സിയൽ ബോണ്ട്, മറ്റേത് ഇക്വിറ്റോറിയൽ ബോണ്ട്. പിന്നെ 240 പൈക്കോമീറ്ററും 202 പൈക്കോമീറ്ററുമാണ്. ഇത് 240 പൈക്കോമീറ്റർ, ഇത് 202 പൈക്കോമീറ്റർ. ഏത് ഇക്വിറ്റോറിയൽ ബോണ്ട് എത്ര? 202. ഓക്കെ, 202. ക്ലിയർ? അപ്പോൾ ബോണ്ട് ലെങ്ത് ആക്സിയലിന് ഇക്വിറ്റോറിയലിനേക്കാൾ കൂടുതലാണ്. കാരണം ആക്സിയൽ ബോണ്ട് പെയർ സഫർ മോർ റിപ്പൽഷൻ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് പെയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് ആക്സിയൽ ബോണ്ട് കൂടുതൽ പിന്നെ വലുതാവുന്നത് ആക്സിയൽ ബോണ്ട് ലെങ്ത്? അപ്പോൾ അതിന് കാരണം ആക്സിയൽ ബോണ്ട് പെയർ സഫർ മോർ റിപ്പൽഷൻ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് പെയർ. ഓക്കെ, ഇതിൻ്റെ ട്രൈഗണൽ ബൈപിരമിഡലാണ് സ്ട്രക്ചർ. ട്രൈഗണൽ ബൈപിരമിഡൽ. ക്ലിയർ ആയല്ലോ? ട്രൈഗണൽ ബൈപിരമിഡലാണ് PCl5ൻ്റെ സ്ട്രക്ചർ. ഇനി രണ്ടിലും കൂടെ പറയാനുള്ളത് ഫോസ്ഫറസ് പിന്നെ യെസ്, അതിനിടയിൽ ഒരു പോയിന്റ് വിട്ടുപോയിട്ട് പ്രോപ്പർട്ടീസ് എന്ന് കൊടുത്തിട്ട് പിന്നെ പ്രോപ്പർട്ടീസ് കൊടുത്ത് ഇല്ല, വ്യത്യാസമൊന്നുമില്ല. പ്രിപ്പറേഷൻ കണ്ടില്ലേ? ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് പ്രിപ്പറേഷനിൽ 2 റിയാക്ഷനാണ്. ഈ ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ഒന്ന് P4 + ക്ലോറിൻ നിങ്ങൾ PCl3 ആക്കിയാൽ മതി, ബാലൻസ് ചെയ്തിട്ട് PCl3 ആക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേറെ റിയാക്ഷൻ പറയുന്നത് PCl3 ഇല്ലേ, PCl3 അല്ലേ ഉണ്ടാക്കേണ്ടത്. P4 SOCl2 വൈറ്റ് ഫോസ്ഫറസ് ആണ്. തയോനൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പോഴും ഏത് കിട്ടും? PCl3 കിട്ടും. PCl3 മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ തയോനൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക, PCl3 കിട്ടും. പിന്നെ ഇത് SO2 + S2Cl2 കൂടെ പഠിച്ചു നോക്കുക. ബാലൻസ് ചെയ്യേണ്ട SO2 + S2Cl2 കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ഈ 2 റിയാക്ഷൻ വഴി ഏത് ഉണ്ടാക്കാം?
പിന്നെ PCl3 ഉണ്ടാക്കാം. ക്ലിയർ ആയല്ലോ? ഇനി PCl5 ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് P4+Cl2 വൈറ്റ് ഫോസ്ഫറസ് പ്ലസ് ക്ലോറിൻ കേട്ടോ. PCl5 ആക്കി മാറ്റി എഴുതുക. എത്ര വേണ്ടു? ബാലൻസ് ചെയ്തങ്ങ് ചെയ്തോ. രണ്ടാമത്തെ P4SOCl2 നേരത്തെ ഉപയോഗിച്ച് ഇത് SO2Cl2 ഉപയോഗിക്കണം. SO2Cl2ൻ്റെ പേര് സൾഫ്യൂറൈൽ ക്ലോറൈഡ് എന്നാണ്. എന്താ പേര്? സൾഫ്യൂറൈൽ ക്ലോറൈഡ് കിട്ടിയോ? അത് PCl5ഉം SO2 മാത്രമേ ഉണ്ടാവുള്ളൂ. PCl5ഉം SO2. ഓക്കെ, ഇതാണ് ഏതിൻ്റെ പ്രിപ്പറേഷൻ? PCl5ൻ്റെ പ്രിപ്പറേഷൻ. ഇതിൻ്റെ പേര് സൾഫ്യൂറൈൽ SULPHURYL സൾഫ്യൂറൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൈഡ്രോളിസ് ആണ്. PCl3 വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ H3PO3 കിട്ടും. H3PO3. ഓക്കെ, അത് നേരിട്ട് എഴുതാം. H3PO3 + HCl. എന്താ H3PO3? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. എന്താ പേര്? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. ഇനി PCl5 ആണ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെങ്കിലോ? PCl5 വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ പഠിച്ചാൽ മതി. H3PO4 + HCl എന്ന് എഴുതിയാൽ മതി. H3PO4 + HCl കിട്ടോ. PCl5 വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താൽ H3PO4 + HCl. അതിനിടയ്ക്ക് POCl3 കിട്ടുന്നുണ്ട്. ആ POCl3 ആണ് H3PO4 ആയി രണ്ടാമതായി മാറുന്നത്. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. ഇത് എന്താണ്? ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് എഴുതിയാൽ മതി. ഫോസ്ഫോറിക് ആസിഡ് H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്. പഠിച്ചോ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്തിരി മനസ്സിലായേ? അതാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് സാലൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. വൈ ഡസ് PCl3 ഫ്യൂംസ് ഇൻ മോയ്സ്ചർ? അതിൽ ഉത്തരം കണ്ടില്ലേ? PCl3 ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ HCl ഉണ്ടാവില്ലേ? PCl3 മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ വെള്ളമല്ലേ? വെള്ളം ഉണ്ടാവുമല്ലോ. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ HCl ഉണ്ടാവും. HClൻ്റെ ഫ്യൂംസ് ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ വൈ ഡസ് PCl3 ഫ്യൂംസ് ഇൻ മോയ്സ്ചർ? PCl3 hydrolyzes in the presence of moisture, giving fumes of HCl. Okay, PCl3 + 3H2O gives H3PO3 + 3HCl. Are all the 5 bonds in PCl5 molecule എന്താണ്? ഇക്വിവാലൻ്റ് തന്നെ. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഏതായാലും 5 PCl ബോണ്ട് ഈക്വൽ അല്ല. നേരത്തെ പറഞ്ഞു 3 ആക്സിയൽ ഇക്വിറ്റോറിയൽ ബോണ്ട്, 2 ആക്സിയൽ ബോണ്ടാണ്. 3 PCl ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത്ത് എത്രയാണ്? 202 പൈക്കോമീറ്റർ ആണ്. 2 PCl ഇക്വിറ്റോറിയൽ ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 240 പൈക്കോമീറ്റർ ആണ്. ആക്സിയൽ ബോണ്ടിൻ്റെ ലെങ്ത്ത് ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. അതിന് കാരണം ആക്സിയൽ ബോണ്ട് പെയർ സഫർ മോർ റിപ്പൽഷൻ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് പെയർ. അപ്പോൾ പഠിപ്പിച്ചാണ്. ഇനി അടുത്തത് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസിനെ ഇങ്ങനെ പഠിക്കുക. ഒന്നാമത്തതിൻ്റെ പേര്, ഫസ്റ്റിൻ്റെ പേര് ഫോർമുല H3PO2. അതിൻ്റെ മുഴുവൻ പേര് ഹൈപ്പോഫോസ്ഫോറസ് ആസിഡാണ്. ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ അതിനെ ഫോസ്ഫിനിക് ആസിഡ് പറയും. PHOSPHINIC ഫോസ്ഫിനിക് ആസിഡ്. ഓക്കെ, ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫിനിക് ആസിഡ്. രണ്ടാമത്തെ ആസിഡ് ഈ ഓർഡറിൽ പഠിക്കണേ. H3PO3യെ ഓർത്തോഫോസ്ഫോറസ് ആസിഡ്, അല്ലെങ്കിൽ സിംപ്ലി ഓർത്തോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫിനിക് ആസിഡ് എന്ന് വിളിക്കും. ഫോസ്ഫോണിക് ആസിഡ് അതില്ലേ? ഫോസ്ഫോണിക് ആസിഡ്. ഓക്കെ, ഫോസ്ഫോണിക് ആസിഡ് PHOSPHONIC ഫോസ്ഫോണിക് ആസിഡ്. മൂന്നാമത്തെ H3PO4. ഇതിന് നമ്മൾ ഓർത്തോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ സിംപ്ലി ഫോസ്ഫോറസ് ആസിഡ് എന്ന് വിളിക്കും. ഓർത്തോഫോസ്ഫോറസ് ആസിഡ് അല്ലെങ്കിൽ സിംപ്ലി എന്താ വിളിക്കുക? ഫോസ്ഫോറസ് ആസിഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഈ മൂന്നെണ്ണം ഒരുമിച്ച് പഠിക്കുക. സ്ട്രക്ചർ വരക്കാൻ പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തത് ഒരു 3 ആസിഡ് ഒരുമിച്ച് പറയാൻ പറ്റുമത്. നാലാമത്തത്
ഫോർമുല H4P2O5 H4P2O5 അതിലെ പേര് ഞാൻ പറഞ്ഞുതരാം. അഞ്ചാമത്തത് H4P2O6, ആറാമത്തത് H4P2O7 അതിലെ ക്ലിയർ ആയല്ലോ. ഇനി H4P2O5ൻ്റെ പേര് പൈറോഫോസ്ഫോറസ് ആസിഡ്. ഇതിൻ്റെ പേര് H4P2O6ൻ്റെ പേര് ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് അല്ലേ. H4P2O7ൻ്റെ പേര് പൈറോഫോസ്ഫോറിക് ആസിഡ്. PYRO പൈറോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് പറഞ്ഞുതരാം. 7, അത് വേണമെങ്കിൽ ഇപ്പം തന്നെ എഴുതാം. ഏഴാമത്തെ HPO3 മെറ്റാഫോസ്ഫോറിക് ആസിഡ് അതിലെ മെറ്റാഫോസ്ഫോറിക് ആസിഡ്. ഇനി ഞാൻ ഓരോന്നിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്, ശ്രദ്ധിക്കുക. ആദ്യം H3PO2. ഫോസ്ഫറസിൻ്റെ ഏത് ആസിഡിലും ഒരു P ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ ഒരു OH ഉണ്ടാവും. P ഡബിൾ ബോണ്ടോ, പിന്നെ ഒരു OH, പിന്നെ 2 വര. ടെട്രാഹീഡ്രൽ സ്ട്രക്ചറാണ് എല്ലാം. ഫോസ്ഫറസിന് ചുറ്റും ടെട്രാഹീഡ്രലാണ്. ഏത് ഫോസ്ഫറസിൻ്റെ ആസിഡിനും P ഡബിൾ ബോണ്ടോ OH വര പഠിച്ചില്ലേ? ഇനി നിങ്ങൾ ഇതുണ്ട്, ഇപ്പം H3PO2ൽ എത്ര O ആയി? 2 ഓൾറെഡി ആയല്ലോ. ഇനി O ഉണ്ടെങ്കിൽ, ഇനി എക്സ്ട്രാ O ഉണ്ടെങ്കിൽ OH ആക്കുക, ഇല്ലെങ്കിൽ അവിടെ H കൊടുക്കുക. അപ്പോൾ H3PO2ൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചില്ലേ? P ഡബിൾ ബോണ്ട് OH, പിന്നെ H. അടുത്ത H3PO3 ആണ് വരയ്ക്കുന്നതെങ്കിൽ, ആദ്യം P ഡബിൾ ബോണ്ടോ ഒരു OH വര ടെട്രാഹീഡ്രലാക്കി വരയ്ക്കുക. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ട്? 3. എത്ര ഓക്സിജൻ ഇപ്പോൾ ആയി? 2. ബാക്കി എത്ര ഉണ്ട്? 1. ബാക്കി 1 അത് OH കൊടുക്കുക, മറ്റേത് H ആക്കുക. അപ്പോൾ H3PO3. ഇനി H3PO4 ആണ് വരയ്ക്കുന്നതെങ്കിൽ H3PO4 P ഡബിൾ ബോണ്ടോ ദെൻ എന്താണ് OH വര ഇങ്ങനെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ എണ്ണി നോക്കിയേ, 2 ഓക്സിജനായി 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 ഓക്സിജൻ ബാക്കിയുണ്ട്, അത് OH കൊടുക്കുക. H3PO4 ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് H4P2O5 അല്ലേ. H4P2O5, H4P2O6, H4P2O7. അതിനെ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം. അതിൽ ഓക്സിജൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ 2 ഫോസ്ഫറസ് ഉള്ള ഓക്സോ ആസിഡ്സിൽ ഓക്സിജൻ്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ അതിൽ POP ബോണ്ട് ഉണ്ടാവും. ഓക്സിജൻ്റെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ PP ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ O5 വരും, ഓഡ് നമ്പർ അല്ലേ, അപ്പോൾ POP ബോണ്ട് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? POP വരക്കുക, POP. ഇനി ബാക്കി നിങ്ങൾക്ക് ഡബിൾ ബോണ്ടോ 2 വര വരക്കുക, ഇനി എന്ത് ചെയ്യണം? ഇപ്പം എത്ര ഓക്സിജനായി? 3. ഇനി എത്ര ഓക്സിജൻ ബാക്കിയുണ്ട്? 2. അപ്പോൾ 2 ആണെങ്കിൽ 2ൽ ഓരോ OH കൊടുക്കുക, പഠിച്ചോ? ഇനി ഒരു H കൊടുക്കുക, ഇവിടെ ഒരു H കൊടുക്കുക. അപ്പോൾ ആൻസറായി, സ്ട്രക്ചറായി. ക്ലിയർ ആയല്ലോ. ഇനി H4P2O6 ആണ് വരയ്ക്കുന്നതെങ്കിൽ H4P2O6 എന്ത് ചെയ്യണം? എത്ര ഓക്സിജൻ ഉണ്ട്? 6. ഓടാണോ ഈവൺ ആണോ? ഈവൺ ആണെങ്കിൽ PP ആയിരിക്കും, PP വരക്കുക. ഉണ്ടോ? ഇപ്പോൾ PP ബോണ്ടുള്ള ഫോസ്ഫറസിൻ്റെ ആസിഡ് ചോദിച്ചാൽ കിട്ടൂലേ. ഇനി ബാക്കി നിങ്ങൾ സാധാരണ പോലെ ഡബിൾ ബോണ്ടോ എടുക്കുക, വര ഡബിൾ ബോണ്ടോ വര കണ്ടില്ലേ? മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? എത്ര ഓക്സിജൻ ആയി ഇപ്പം? 2. ഇനി എത്ര ഓക്സിജൻ ഉണ്ട്? 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 OH ആക്കുക, 2 OH കിട്ടിയോ? ഇനി H4P2O7 ആണ്. O7 ആകുമ്പോൾ POP ബോണ്ട് ഉണ്ടാവും. കാരണം ഈവൺ നമ്പർ ഓഡ് നമ്പറാണ്. അപ്പോൾ പിന്നെ എന്താ വരിക? ഡബിൾ ബോണ്ടോ വര ഡബിൾ ബോണ്ടോ വര. ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾക്ക് എണ്ണു ഓക്സിജൻ എത്ര എണ്ണമായി? 3. ഇനി എത്രയുണ്ട്? 4. 4 ആകുമ്പോൾ 2. അപ്പോൾ 2 OH, ഇവിടെ OH. പഠിച്ചോ? ഇനി എന്താ? എത്ര OH ഉണ്ടോ അത്രയും ബേസിക്. ഇതിൽ ഒരു OH, അത് മോണോ ബേസിക് ആസിഡ്. അപ്പോൾ എന്തുകൊണ്ട് H3PO2 മോണോ ബേസിക് ആസിഡാണ്? പറയൂ, എന്തുകൊണ്ട് H3PO3 മോണോ ബേസിക് ആണ്? അതിൽ ഒരു OH ഉണ്ട്. ക്ലിയർ? മനസ്സിലായല്ലോ. എന്തുകൊണ്ട് H3PO4 ഡൈബേസിക് ആസിഡാണ്?
വൈ H3PO3 ഈസ് എ ഡൈബേസിക് ആസിഡ്, അതിൽ 2 OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട്. കിട്ടില്ലേ? എന്തുകൊണ്ട് H3PO4 ട്രൈബേസിക് ആസിഡാണ്, അതിൽ 3 OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട്. കേട്ടോ? 3 OH ഗ്രൂപ്പ്, ഈ ചിത്രം വരയ്ക്കുക, 3 OH ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് അത് ട്രൈബേസിക് ആസിഡാണ്. ക്ലിയർ ആയാലോ? ഇനി അതേപോലെ H4P2O5 2 OH, അപ്പോൾ ഡൈബേസിക് ആസിഡ്. H4P2O6 4 OH, അപ്പോൾ ടെട്രാബേസിക് ആസിഡ്. ഇതും ടെട്രാബേസിക് ആസിഡ്. അതൊക്കെ. ഇനി നിങ്ങൾ അടുത്ത് പഠിക്കേണ്ടത് pH ബോണ്ട് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ റെഡ്യൂസിങ്, ഇത് pH ബോണ്ടില്ലേ, അപ്പോൾ ഇത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. കേട്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ H3PO2 റെഡ്യൂസിങ് ഏജൻറ്റ് വൈ എന്ന് വെച്ചാലോ, അതിൽ pH ബോണ്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ pH ബോണ്ട്. മനസ്സിലായില്ലേ? pH ബോണ്ട് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ആ H റിഡക്ഷൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ ഒന്നാമത്തെ H3PO2 റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, രണ്ടാമത്തെ H3PO3 റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. പക്ഷേ H3PO4 റെഡ്യൂസിങ് ഏജൻ്റ് അല്ല. എന്തുകൊണ്ട് ചോദിച്ചാലോ, അതിൽ ഏതില്ല, pH ബോണ്ടില്ല. OH ഉണ്ടായിട്ട് കാര്യമില്ല, OH അസിഡിക് ഇല്ല വരിക. കേട്ടോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ? ക്ലിയർ? അത്രയും മനസ്സിലായല്ലോ? പിന്നെ ഇതാ H3PO2, H3PO3, H3PO4, ഇത് ഏറ്റവും കൂടുതൽ അസിഡിക് ക്യാരക്ടർ H3PO2 ആണ് കേട്ടോ. H3PO2 ആണ്. അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ? എന്നാലും പറഞ്ഞു, H3PO2 ആണ് കൂടുതൽ അസിഡിക് ക്യാരക്ടർ. ഓക്കെ? ക്ലിയർ? ഇനി പിന്നെ ഈ H3PO3 ഇല്ലേ, H3PO3 ചൂടാക്കിയാലേ, H3PO3 ചൂടാക്കിയാൽ എന്ത് കിട്ടുന്നറിയോ? ഇവിടെ ഞാൻ എഴുതാം. H3PO3 ചൂടാക്കിയാൽ H3PO4ഉം PH3യും കിട്ടും. H3PO4ഉം PH3. ക്ലിയർ ആയാലോ? H3PO3 ചൂടാക്കിയാൽ H3PO4ഉം PH3യും കിട്ടും. ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് +3 അല്ലേ, H3PO3, ഇത് +3, ഇത് എത്ര +4, ഇതോ -3. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. കേട്ടോ? ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. ഇപ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ H3PO3 ചൂടാക്കിയാൽ H3PO4ഉം PH3 ആയി മാറും. H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്, PH3 എന്ന് പറഞ്ഞാൽ ഫോസ്ഫൈൻ. ക്ലിയർ ആയല്ലോ? PH3 പറഞ്ഞതാണ് ഫോസ്ഫൈൻ. ഓക്കെ? ക്ലിയർ? യെസ്, നമ്മളിനി ഗ്രൂപ്പ് 16 എലമെൻസിലേക്ക് പോവുകയാണ്. ഗ്രൂപ്പ് 16 എന്ന് പറഞ്ഞാൽ 16ാമത്തെ ഗ്രൂപ്പ്. ഓക്സിജൻ ഫാമിലി എന്ന് പറയും. ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. ടേബിൾ കണ്ടില്ലേ? ടേബിളിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് പിന്നെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ടേബിൾ വെച്ചിട്ട് പഠിക്കാം. ഇവിടെ ബോയിലിംഗ് പോയിൻറ്റ് എന്തായാലും വാൻഡർവാൾസ് ഫോഴ്സ് കൂടുന്തോറും കൂടും. വാൻഡർവാൾസ് ഫോഴ്സ് സൈസ് കൂടുന്തോറും കൂടും. ഓക്കെ? അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഫ്രം ഓക്സിജൻ ടു പൊളോണിയം ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. നല്ല രീതിയെ ഫ്രം ഓക്സിജൻ ടു പൊളോണിയം ബോയിലിംഗ് പോയിൻറ്റ് ഇൻക്രീസസ്. മെൽറ്റിംഗ് പോയിൻറ്റും ഡൗൺ ദി ഗ്രൂപ്പ് കൂടുകയാണ്. കഴിഞ്ഞ ഗ്രൂപ്പിലുണ്ടായത് ട്രെൻഡ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇതിൽ അവസാനത്തെ പൊളോണിയത്തിന് മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പൊളോണിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 520 അത് പിന്നെ 490-നേക്കാൾ അധികമാണ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കൂടുതൽ ടെലൂറിയം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് പൊളോണിയമാണ് കേട്ടോ. ടെലൂറിയമാണ് ഹയസ്റ്റ് കേട്ടോ. അതായത് പിന്നെ എന്താ പറയുക, വേണമെങ്കിൽ എഴുതിക്കോ ഓർഡർ. ടെലൂറിയം ഗ്രേറ്റർ ദാൻ പൊളോണിയം. ആ ഒരു ചെറിയ ഡിഫറൻസ് ഇല്ല കേട്ടോ. ടെലൂറിയം ഗ്രേറ്റർ ദാൻ പൊളോണിയം, ഗ്രേറ്റർ ദാൻ സെലീനിയം, ഗ്രേറ്റർ ദാൻ സൾഫർ, ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. ഓക്കെ? ഇനി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 generally show lower value of first ionization enthalpy compared to the corresponding periods of group 15. അതിന് കാരണം വെച്ചാൽ ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ NS2 NP3 ആണ്. ഹാഫ് ഫിൽഡ് പി ഓർബിറ്റലുണ്ട്. NS2 NP3 അല്ലേ ഹാഫ് ഫിൽഡ്. മറ്റേ ഓക്സിജൻ ഫാമിലി ആണെങ്കിൽ ഗ്രൂപ്പ് 16 ആണെങ്കിൽ NS2 NP4 ആണ്. ഏതാ സ്റ്റേബിൾ? NS2 NP3. അപ്പോൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കേട്ടോ. ഹാഫ് ഫിൽഡ് പി ഓർബിറ്റൽ കോൺഫിഗറേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ? അയോണൈസേഷൻ എന്തൽപി 16ാമത്തെ ഗ്രൂപ്പിന് അതേ പീരീഡിലുള്ള 15ാമത്തെ ഗ്രൂപ്പിനുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവ് വരുന്നത്. അതിന് കാരണം
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൂപ്പ് 16 എലമെൻസിൻ്റെ NS2 NP4 അത് ലെസ് സ്റ്റേബിളാണ് മറ്റേതിനേക്കാൾ NS2 NP3യേക്കാൾ ഹാഫ് ഫിൽഡ് p ഓർബിറ്റൽ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയ കുറേ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ സാധനങ്ങളും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ് 60 എലമെൻറ്റ്സ് നോക്കുക. ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ടേബിളിൽ കൊടുത്ത ഫിസിക്കൽ പ്രോപ്പർട്ടി വായിക്കുക. അതിൽ ഓക്സിജനും സൾഫറും നോൺ മെറ്റൽസാണ്. ഓക്സിജനും സൾഫറും നോൺ മെറ്റൽസാണ് കേട്ടോ. ഗ്രൂപ്പ് 16ാമത്തെ ഗ്രൂപ്പിൽ ഓക്സിജൻ സൾഫർ നോൺ മെറ്റൽസാണ്. സെലീനിയം ടെലൂറിയം മെറ്റലോയിഡ്സ് ആണ്. പൊളോണിയം മെറ്റലാണ്. പൊളോണിയം മെറ്റൽ. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റലോയിഡ്, സെലീനിയം ആൻഡ് ടെലൂറിയം കേട്ടോ. ഏതാ മെറ്റൽ? പൊളോണിയം. ഓക്കെ, പൊളോണിയം റേഡിയോ ആക്റ്റീവാണ്. വളരെ കുറഞ്ഞ ഹാഫ് ലൈഫേ ഉള്ളൂ, 13.8 ദിവസമാണ്. 13.8 ദിവസം കൊണ്ട് അത് പകുതിയാവും കേട്ടോ. അപ്പോൾ വിത്ത് ഹാഫ് ലൈഫ് 13.8 ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഏതാ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് 16ാമത്തെ ഗ്രൂപ്പിൽ? പൊളോണിയം. എത്ര അതിൻ്റെ ഹാഫ് ലൈഫ്? 13.8 ഡേയ്സ്. വളരെ ഷോർട്ടായിട്ടുള്ള ഹാഫ് ലൈഫാണ് കേട്ടോ. ഹാഫ് ലൈഫ് കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വേഗം ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് യെസ് എല്ലാ എലമെൻസും അലോട്രോപ്പി കാണിക്കുന്നു കേട്ടോ. അലോട്രോപ്പി എല്ലാ എലമെൻസും കാണിക്കുന്നു. അതേ സമയത്ത് മെൽറ്റിംഗ് പോയിൻറ്റിൽ ഒരു പോയിൻ്റ് മെൽറ്റിംഗ് പോയിൻ്റ് നമ്മൾ പറഞ്ഞു, പക്ഷേ മെൽറ്റിംഗ് പോയിൻ്റ് ആ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. എത്രയാണ് മെൽറ്റിംഗ് പോയിൻ്റ്? ഓക്സിജൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, ഓക്സിജൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്ര വരുന്നത്? 55. പക്ഷേ സൾഫറിൻ്റെത് 330 അല്ലേ? യെസ്, എബവ് 300 ആണ്. ഓക്കെ, 393. അപ്പോൾ അങ്ങനെയാണ്. അതെന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? വളരെ വലിയ വ്യത്യാസമുണ്ട്. മറ്റേത് തമ്മിൽ 390 സംതിങ്ങും 400 സംതിങ്ങും അത് അടുത്തടുത്താണ്. അപ്പോൾ അവിടെ മെൽറ്റിംഗ് പോയിൻറ്റിൽ ഏതിൽ ഓക്സിജനും സൾഫറും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മനസ്സിലായി? അതിന് കാരണം ഓക്സിജൻ ഡയാറ്റമിക് ആണ്, സൾഫർ ഒക്ടാറ്റമിക് ആണ്, S8 ആണ് കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ദി റീസൺ ഫോർ ദി ലാർജ് ഡിഫറൻസ് ഇൻ മെൽറ്റിംഗ് പോയിൻറ്റ് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് സൾഫർ? ഓക്സിജൻ ഈസ് ഡയാറ്റമിക് വൈൽ സൾഫർ ഈസ് ഒക്ടാറ്റമിക്, S8. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ട്രെൻഡ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റിയാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ട്രെൻഡ് ഇൻ കെമിക്കൽ റിയാക്ടിവിറ്റി. ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -2. പക്ഷേ -2ൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്നതോട് കുറഞ്ഞുകൊണ്ട് വരും. അതിന് കാരണം സൈസ് കൂടുന്നത് കൊണ്ട്. മനസ്സിലായോ? സൈസ് കൂടുന്നു, മനസ്സിലായോ? അതാണ് കാരണം. ഓക്കെ, അപ്പോൾ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് വരുന്നതോറും കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇനി അപ്പോൾ അതേപോലെ തന്നെ ഏത് നോക്കുക, പൊളോണിയത്തിന് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള കോമ്പൗണ്ട് പൊതുവേ കാണപ്പെടുന്നില്ല. എന്താ കാരണം? പൊളോണിയത്തിന് വളരെ കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ ഹൈ ആണ്. അതുകൊണ്ട് ഓക്സിജൻ വളരെ പെട്ടെന്ന് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. എന്നാൽ പൊളോണിയം എന്ന എലമെൻറ്റിൻ്റെ സൈസ് വളരെ വലുതാണ്. അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലെ കോമ്പൗണ്ട് വളരെ റെയറാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി ഓക്സിജൻ സാധാരണ -2 കാണിക്കുന്നത്, പക്ഷേ ഒരു കോമ്പൗണ്ടിൽ അത് +2 കാണിക്കുന്നുണ്ട്, OF2. കേട്ടില്ലേ? അപ്പോൾ ഓക്സിജൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? OF2. അതുപോലെ തന്നെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് O2F2 കേട്ടോ. O2F2ൽ +1 ഉണ്ട്, OF2ൽ +2 ഉണ്ട് കേട്ടോ. +2. സാധാരണ ഓക്സിജൻ കാണിക്കുന്ന ഓക്സിജൻ നമ്പർ എത്രയാണ്? -2 ആണ്. അതിന് കാരണം എന്താണ്? 2 ഇലക്ട്രോൺ കൂടി ചേർത്താൽ 8 ആയി മാറും. ബാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോണല്ലേ ഉള്ളത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ യെസ്, പിന്നീട് ഏറ്റവും മറ്റുള്ള എലമെൻറ്റ്സ് കാണിക്കുന്ന ഓക്സിജൻ +2 +4 +6 ആണ്. +2ഉം +4ഉം +6. ഓക്കെ, +2 +4 +6ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരട്ടെ. നോക്കല്ലേ, NS2 NP4 ആണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. NS2 NP4 എന്ന് പറയുമ്പോൾ NP4 3 ബോക്സ് വരച്ചാൽ 1 2 3 4. ഇതിൽ എത്ര ഇലക്ട്രോൺ അൺപെയ്ഡ്? 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ? 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ക്ലിയർ ആയാലോ? അൺപെയ്ഡ് ഇലക്ട്രോൺ 2 ആണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 കാണിക്കാം. ഇനി ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ NS2 അത് നിൽക്കട്ടെ, NS2. NP4 ആകുമ്പോൾ NP3 ആയി.
പിന്നെ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ND1 ആയി അല്ലേ. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, ദെൻ ഇവിടെ 3 ഇലക്ട്രോൺ, ദെൻ ND അല്ലുള്ളത് ND. ഇവിടെ എത്ര ഇലക്ട്രോൺ? 1 ഇലക്ട്രോൺ. ഇതെന്താ കാണിക്കുന്നത്? 4 ഇലക്ട്രോൺ അൺപെയ്ഡ്, 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ, 4 അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? +4. ഇനി വീണ്ടും ഒരു ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി മാറും? NS1 NP3 ND2 ആവും. NS1 NP3 പിന്നെ എത്ര? ND2. ക്ലിയർ ആയോ? അപ്പോൾ ND2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ അൺപെയ്ഡ്? 6 അൺപെയ്ഡ് ഇലക്ട്രോൺ. അപ്പോൾ എത്രയായി മാറും? +6. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ NS2 NP3 പറയുമ്പോൾ S ഓർബിറ്റുള്ള ഇലക്ട്രോൺ അല്ലേ ഇനേർട്ട് പെയർ എഫക്റ്റ് കാണിക്കുക. ഇതല്ലേ ഇനേർട്ടായി നിൽക്കൽ. അപ്പോൾ എത്ര ഇലക്ട്രോൺ അൺപെയ്ഡ് ഉണ്ട്? 4. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ് എത്രയാണ്? +4. അപ്പോൾ എല്ലാവരും എഴുതിച്ചേ. ഇൻ 16th ഗ്രൂപ്പ് എലമെൻറ്റ്സ് the oxidation state due to inert pair effect is +4. In 16th group element the oxidation state due to inert pair effect is +4. അപ്പോൾ ഇനേർട്ട് പെയർ എഫക്റ്റ് ഡൗൺ ദി ഗ്രൂപ്പ് കൂടൂലേ? ഇല്ലേ? കൂടും. അങ്ങനെയാണെങ്കിലോ ഡൗൺ ദി ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. ഡൗൺ ദി ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. ക്ലിയർ? ഡൗൺ ദി ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്. എന്നാലോ അതേ സമയത്ത് +6 സ്റ്റെബിലിറ്റി ഡൗൺ ദി ഗ്രൂപ്പ് കുറഞ്ഞുകൊണ്ട് വരും. എന്താ കാരണം? +4 സ്റ്റേബിൾ ആവുന്നു എന്ന് പറഞ്ഞാൽ +6 +4ലേക്ക് മാറുന്നതിൽ അർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. രണ്ടിനും കാരണം ഇനേർട്ട് പെയർ എഫക്റ്റ് തന്നെ. ഓക്കെ. അപ്പോൾ ദി സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. അതേസമയത്ത് സ്റ്റെബിലിറ്റി ഓഫ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. ദിസ് ഇസ് ഓൾസോ ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ് കേട്ടോ. ഇനേർട്ട് പെയർ എഫക്റ്റ് കൊണ്ട് all the elements have a tendency to exist in +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ. അപ്പോൾ +6 കുറഞ്ഞുകൊണ്ട് വരും. ക്ലിയർ ആയില്ലേ? ഓക്കെ. യെസ്. പിന്നെ +2 +4 +6 പറഞ്ഞു. ഇനി സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞാലോ. ഇനി +4ഉം +6ഉം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പിന്നെ സാധാരണ രീതിയിൽ ഏത് കൂടുതൽ കോവാലൻ്റ് ആയിരിക്കും. എന്താ കാരണം? ഞാൻ നിങ്ങൾ പറഞ്ഞു ഓക്സിഡേഷൻ നമ്പർ കൂടുന്തോറും അതിൻ്റെ പോളറൈസേഷൻ പവർ കൂടും. പോളറൈസേഷൻ പവർ കൂടുമ്പോൾ അതിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ കൂടും. അപ്പോൾ +6ലാണോ കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടർ? +4ലാണോ? +6ൽ. മനസ്സിലായില്ലേ? +4ലും +6ലും സാധാരണ കോവാലൻ്റ് കോമ്പൗണ്ട്സാണ് ഉണ്ടാവുക. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവാലൻ്റ് ക്യാരക്ടർ +6ലാണ്. കാരണം ദി പോളറൈസേഷൻ പവർ ഓഫ് ഏത് +6 ഈസ് ഗ്രേറ്റർ ദൻ ഏത്? +4. ഓക്കെ. പോളറൈസേഷൻ പവർ ഓഫ് +6 ഈസ് ഗ്രേറ്റർ ദൻ +4. ഓക്കെ. ഇനി നെക്സ്റ്റ് അനോമലസ് ബിഹേവിയർ ഓഫ് ഓക്സിജൻ. അത് അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള കാരണം അതിന് എന്താണ്? ഓക്സിജൻ്റെ സൈസ് ചെറുതാണ്, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട് കേട്ടോ. ഓക്സിജൻ മറ്റുള്ള മെമ്പേഴ്സിൽ നിന്നും ഒരു പ്രോപ്പർട്ടീസിൽ ഡിഫറൻറ്റ് കാണിക്കാനുള്ള കാരണം എന്താണ്? അതിന് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമാണ്, സ്മോൾ സൈസുമാണ്. ഒരു അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്ത്? ഓക്സിജൻ ഉള്ള കോമ്പൗണ്ടിലെ വാട്ടർ H2O ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കും, മറ്റുള്ള ഹൈഡ്രൈഡ് ഒന്നും എന്ത് കാണിക്കില്ല? ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കില്ല. അപ്പോൾ ഇത് വെച്ചേ എന്താണ്? ഹൈഡ്രൈഡ് ഓഫ് വാട്ടർ H2O ഷോസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എഴുതിയോ? ഹൈഡ്രൈഡ് ഓഫ് H2O ഓക്സിജൻ ദാറ്റ് ഈസ് H2O ഷോസ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതർ ഹൈഡ്രൈഡ്സ് ഡസ് നോട്ട് അല്ലേ? അതൊരു ഏതായി പറയാം? അനോമലസ് ബിഹേവിയറായി പറയാം. ഓക്കെ. പിന്നെ ഏത്? ഓക്സിജന് ശരിക്ക് 2s2 എന്താണ്? 2s2 ആണ്. 2s2 ആണ്. അപ്പോൾ 2s2 ആണെങ്കിൽ നമുക്കറിയാം 2 ഇലക്ട്രോൺ അൺപെയർഡ് ഉണ്ട്. അപ്പോൾ 2 കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യാം. വേണമെങ്കിൽ ഇതിനും കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാം, ഇതിനും കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ ടോട്ടൽ എത്ര ഓർബിറ്റിലാണ് വാലൻസ് ഷെൽ ഉള്ളത്? 4. അതുകൊണ്ട് തന്നെ മാക്സിമം കോവാലൻസി ഓക്സിജൻ എത്ര? 4 ആണ് കേട്ടോ. സാധാരണ ഓക്സിജൻ 3 ശരിക്ക് കോവാലൻസി കാണിക്കണല്ലോ, എന്നാലും നമുക്ക് മാക്സിമം എത്ര വരെ ആവാമെന്ന് പറയാം? 4 എന്ന് പറയാം. അപ്പോൾ മറ്റുള്ള എലമെൻസിന് കേട്ടോ. അപ്പോൾ ഇതിക്കോ രണ്ടാമത്തെ അനോമലസ് പ്രോപ്പർട്ടി മാക്സിമം കോവാലൻസി ഓഫ് ഓക്സിജൻ ഈസ് 4. ദാറ്റ് ഈസ് എഴുതിയോ? maximum covalency of oxygen is 4. That is, oxygen cannot expand its covalency. Oxygen cannot expand its covalency beyond 4. Oxygen cannot expand its covalency beyond 4.
ഓക്സിജൻ കനോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് കോവാലൻസി ബിയോണ്ട് 4. എന്താ കാരണം? ദിസ് ഇസ് ബിക്കോസ് ഓൺലി 4 orbitals, 1 2s and 3 2p orbitals, 3 2p orbitals are available, only available in its valence shell, ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി ഹൈഡ്രൈഡിൻ്റെ അടുത്തത് റിയാക്ടിവിറ്റി വിത്ത് ഹൈഡ്രജൻ ആണ്. അത് നമ്മൾ നൈട്രജൻ ഫാമിലി പഠിച്ച പോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഏത് EH2 എന്ന ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് EH2 മനസ്സിലായില്ലേ? അതായത് H2O, H2S, H2T, അങ്ങനെ പോകും, H2SC അങ്ങനെ പോകും, കിട്ടില്ലേ? ഈ ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത, ഹൈഡ്രൈഡിൽ പിന്നെ ഒന്ന് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റുമാണ്. നമ്മൾ ഈ അമോണിയയിൽ NH ബോണ്ടല്ലേ, വാട്ടറിൽ OH ബോണ്ടല്ലേ, OH ബോണ്ടിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ് NHനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ബോണ്ടിങ് വാട്ടറിൻ്റെ വളരെ കൂടുതലായതുകൊണ്ട് വാട്ടറിനാണ് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതൽ. മനസ്സിലായോ? മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റ് രണ്ടും കൂടുതൽ ആർക്കാണ്? വാട്ടറിനാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ബോത്ത് മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഹയസ്റ്റ് എമംഗ് ദി ഹൈഡ്രൈഡ്സ് ഓഫ് 16th ഗ്രൂപ്പ്. എഴുതിച്ചേ, എമംഗ് ദി ഹൈഡ്രൈഡ്സ് ഓഫ് 16th ഗ്രൂപ്പ്, melting point and boiling point highest for H2O. Melting point and boiling point highest for H2O due to intermolecular hydrogen bonding. Melting point and boiling point highest for H2O due to intermolecular hydrogen bonding. Melting point and boiling point highest for H2O due to intermolecular hydrogen bonding. Okay. Any melting point and boiling point decrease in the order. Melting point and boiling point decrease in the order. H2O greater than H2T greater than H2T greater than H2T greater than H2SE greater than H2S greater than H2SI le oxygen sulfur selenium tellurium. ഇനി H2T H2PO ഉണ്ട്, H2PO ഇത് കേട്ടോ, മാറിപ്പോയി. H2PO ഗ്രേറ്റർ ദാൻ H2TE ഗ്രേറ്റർ ദാൻ H2SE ഗ്രേറ്റർ ദാൻ H2SE ഗ്രേറ്റർ ദാൻ H2S. ക്ലിയർ ആയില്ലേ? ഹയസ്റ്റ് വാട്ടറിന് ലോവസ്റ്റ് H2Sന്. ഹയസ്റ്റിന് കാരണം ഏതാണ് പറയ്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി H2POയിൽ നിന്ന് H2Sലേക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറയാനുള്ള കാരണം വാൻ ഡെർ വാൾസ് ഫോഴ്സ് കുറയുന്നുണ്ട് കേട്ടോ. The decrease in boiling point and melting point from decrease in boiling point and melting point from H2PO to H2S is due to H2PO to H2S is due to decrease in van der Waals force. ഇനി പിന്നൊരു കാര്യം, ഈ എല്ലാ ഹൈഡ്രൈഡും അസിഡിക് ആണ്. അസിഡിക് ക്യാരക്ടർ താഴോട്ട് വരുന്നതോറും കൂടിക്കൊണ്ട് വരും. കാരണം എന്താ വെച്ചാൽ എലമെൻറ്റിൻ്റെ സൈസ് കൂടുന്തോറും എലമെൻറ്റ് ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ അത് വേഗം ബ്രേക്ക് ചെയ്യും. അതിൻ്റെ അർത്ഥം H+ വേഗം കിട്ടും കേട്ടോ. അപ്പോൾ എഴുതിക്കോ, എന്താണ് പിന്നെ അസിഡിക് ക്യാരക്ടർ ഡിക്രീസസ് ഫ്രം H2O to acidic character increases from H2O to H2O to ഏതാണ് H2PO. അതിൻ്റെ അർത്ഥം ലീസ്റ്റ് അസിഡിക് ഹൈഡ്രൈഡ് ഓഫ് 16th ഗ്രൂപ്പ് ഈസ് H2O. അങ്ങനെ എഴുതിയാൽ ലീസ്റ്റ് അസിഡിക് ഹൈഡ്രൈഡ് ഓഫ് 16th ഗ്രൂപ്പ് ഈസ് H2O. എഴുതിയോ? ഇനി അസിഡിക് ക്യാരക്ടർ ഇൻക്രീസസ് ഇൻ ദി ഓർഡർ നൽകുക. അസിഡിക് ക്യാരക്ടർ ഇൻക്രീസ് ഇൻ ദി ഓർഡർ H2O, H2S, H2S അയ്യോ H2O ലെസ് ദാൻ H2S, പിന്നെ ലെസ് ദാൻ H2SE, ദെൻ ലെസ് ദാൻ H2TE, ദെൻ ലെസ് ദാൻ H2PO. ക്ലിയർ? ഇതാണ് ഏതിൻ്റെ ഓർഡർ? അസിഡിക് ക്യാരക്ടറിൻ്റെ.
പിന്നെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അസിഡിക് ക്യാരക്ടർ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ അതിൻ്റെ റീസൺ എന്താണ്? അതായത് പിന്നെ ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. എഴുതിക്കോ റീസൺ. ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് എഴുതിയോ? ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് എലമെൻറ്റ് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത്. വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് എലമെൻറ്റ് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത്. എലമെൻറ്റ് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ് എലമെൻറ്റ് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. എലമെൻറ്റ് ഹൈഡ്രജൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. അതേ കാരണം കൊണ്ട് തന്നെ ഹൈഡ്രജൻ എച്ച് വേഗത്തിൽ അവൈലബിൾ ആകുമ്പോൾ അത് നല്ല റെഡ്യൂസിങ് ഏജൻ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെഡ്യൂസിങ് പവർ എന്താണ്? ലീസ്റ്റ് റെഡ്യൂസിങ് പവർ അല്ലേ? ഏതാ ലീസ്റ്റ് റെഡ്യൂസിങ് പവർ ഫോർ H2O എഴുതിയോ? among the hydrides least reducing power for H2O and reducing character increases from H2O to H2PO. Reducing character increases from H2O to H2PO. Reducing character increases from H2O to H2PO. Okay, clear ആയല്ലോ? ഇനി അടുത്തത് റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ ആണ്. റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ. റിയാക്ടിവിറ്റി വിത്ത് ഓക്സിജൻ നോക്കുക. ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റിയിൽ രണ്ട് ടൈപ്പ് ഓക്സിജൻ ഉണ്ടാക്കും. EO2 ഉണ്ടാക്കും, EO3 ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഒഴികെയുള്ള എലമെൻറ്റ് ഏതൊക്കെയാണ്? സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓക്സൈഡ് ഉണ്ടാക്കുന്നത്? EO2 ആൻഡ് EO3. എല്ലാ ഓക്സൈഡ്സും അസിഡിക്കാണ്. ഓക്കെ. ഇനി അടുത്തത് നിങ്ങളോട് പറയേണ്ടത് വെച്ചാൽ പിന്നെ അതിൽ SO2ഉം അതുപോലെ തന്നെ ഏത് O3 ഓസോണിൻ അല്ലേ? O3ഉം SO2ഉം ഗ്യാസാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഗ്യാസ്? ഓസോൺ ആൻഡ് സൾഫർ ഡയോക്സൈഡ്. പിന്നെ സെലീനിയം ഡയോക്സൈഡ് SeO2 സോളിഡാണ്. സെലീനിയം ഡയോക്സൈഡ് SeO2 എന്താണ്? സോളിഡാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഡയോക്സൈഡ്സ് റെഡ്യൂസിങ് ഏജൻ്റാണ്. ഡയോക്സൈഡ്സ് റെഡ്യൂസിങ് ഏജൻ്റ് ആവാനുള്ള കാരണം ഒരു ഉദാഹരണം കാണിച്ചു തരാം. സൾഫർ ഡയോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആവാനുള്ള കാരണം സൾഫർ ഡയോക്സൈഡ് അക്വസ് സൊല്യൂഷനിൽ വാട്ടറുമായി കമ്പയർ ചെയ്യുമ്പം അത് പിന്നെ എന്താ കിട്ടുമെന്നറിയോ? യെസ്, എന്താ കിട്ടുക? H2SO3 കിട്ടും ഫസ്റ്റ്. എന്നിട്ട് ആ H2SO3 വീണ്ടും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ H2SO3 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ H2SO4ഉം 2Hഉം കിട്ടും. കണ്ടോ? ഇതാണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാരണം. ഓക്കെ. മാത്രമല്ല സൾഫർ ഡയോക്സൈഡ് ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ്. അപ്പോൾ സൾഫർ ഡയോക്സൈഡിൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എന്താണ് ഫോർമേഷൻ ഓഫ് നെയ്സൻ്റ് ഹൈഡ്രജൻ. കേട്ടോ? അപ്പോൾ ഇനി എന്തെന്ന് വെച്ചാൽ ഈ റെഡ്യൂസിങ് പ്രോപ്പർട്ടി തന്നെ അത് ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കും. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് റെഡ്യൂസിങ് ഏജൻ്റാണ്, അതോടെ ബ്ലീച്ചിങ് ഏജൻ്റാണ്. ബ്ലീച്ചിങ് ഏജൻറ്റ് എന്ന് പറയാനുള്ള കാരണം കളർലെസ് മാറ്റർ എന്ത് ചെയ്യും? കളർലെസ് മാറ്റർ പ്ലസ് 2H എന്തായി മാറും? കളർലെസ് അല്ല, സോറി, കളേർഡ് മാറ്റർ. കളേർഡ് അല്ലേ ബ്ലീച്ച് ചെയ്യുന്നുണ്ട്? കളേർഡ് മാറ്റർ പ്ലസ് 2H ഗീവ്സ് കളർലെസ് മാറ്റർ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലീച്ചിങ് നടക്കുകയും ചെയ്യും. പക്ഷെ അത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. എന്താ കാരണം? ഓക്സിഡേഷൻ ആണെങ്കിൽ അത് എന്താണ്? പെർമനൻ്റ് ആണ്. ഇത് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൊണ്ടാണ് ചെയ്താൽ അത് പെർമനൻ്റ് അല്ല, അപ്പോൾ ടെമ്പററി ആണ്. കേട്ടോ? അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ഈസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്. വേണമെങ്കിൽ എഴുതി വെച്ചാൽ അത് നോട്ടിലില്ല. സൾഫർ ഡയോക്സൈഡ് ഈസ് എ ബ്ലീച്ചിങ് ഏജൻറ്റ്. ദി ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഓഫ് സൾഫർ ഡയോക്സൈഡ് ഈസ് ടെമ്പററി. എഴുതിയോ? ദി ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഓഫ് എഴുതിയോ? സൾഫർ ഡയോക്സൈഡ് ഈസ് ടെമ്പററി. അതിന് കാരണം അത് എന്തിനെ കൊണ്ടല്ല? ഓക്സിഡേഷൻ കൊണ്ടല്ല, റിഡക്ഷൻ കൊണ്ടാണ്. കേട്ടോ? യെസ്, ബ്ലീച്ചിങ് ആക്ഷൻ ഈസ് ഡ്യൂ ടു reducing property. The bleaching action of sulfur dioxide is due to its reducing property. The bleaching action of sulfur dioxide is due to its reducing property. The bleaching action of sulfur dioxide is due to its reducing property. Okay, clear? ഇനി പറയാൻ വേണ്ടി പോകുന്നത് reducing power sulfur dioxide താഴോട്ട് വരുന്നതോറും കുറഞ്ഞുകൊണ്ട് വരും. ഇത് the reducing property of dioxide decreases
ഡിക്രീസസ് ഇൻ ദി ഓർഡർ സൾഫർ ഡയോക്സൈഡ് അല്ലേ, സൾഫർ ഡയോക്സൈഡ്, സെലീനിയം ഡയോക്സൈഡ് ഗ്രേറ്റർ ദാൻ ടെലൂറിയം ഡയോക്സൈഡ്, അങ്ങനെ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കുറഞ്ഞുകൊണ്ട് വരും. ക്ലിയർ ആയില്ലേ? ഇനി അതേ സമയത്ത് ടെലൂറിയം ഡയോക്സൈഡ് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, തീരെ എന്തല്ല, റെഡ്യൂസിങ് ഏജൻ്റ് അല്ല. അപ്പോൾ ടെലൂറിയം ഡയോക്സൈഡ് TeO2 ഈസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, ടെലൂറിയം ഡയോക്സൈഡ് TeO2 ഈസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി അതേപോലെ തന്നെ ട്രയോക്സൈഡിൽ പിന്നെ EO3 ടൈപ്പ് ഇല്ലേ, സൾഫർ, സെലീനിയം ആൻഡ് ടെലൂറിയം, സൾഫറും സെലീനിയം ടെലൂറിയം EO3 ടൈപ്പ് ഫോം ചെയ്യുന്നു. SO3, SeO3 ആൻഡ് TeO3 കേട്ടോ. ഓക്കെ, പിന്നെ SO3 SO2വിനേക്കാൾ കൂടുതൽ അസിഡിക് ആയിരിക്കും. എല്ലാ ട്രയോക്സൈഡും അതിൻ്റെ ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ അസിഡിക് ആയിരിക്കും. അതായത് ഡയോക്സൈഡും അസിഡിക്കാണ്, ട്രയോക്സൈഡ് അസിഡിക്കാണ്. പക്ഷേ ട്രയോക്സൈഡ് ഡയോക്സൈഡിനേക്കാൾ കൂടുതൽ അസിഡിക്കാണ്. കാരണം ട്രയോക്സൈഡിൽ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്, ഡയോക്സൈഡ് +4 ആണ്. ഓക്സിഡേഷൻ നമ്പർ കൂടും തോറും അതിൻ്റെ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യും? കൂടും. പഠിച്ചല്ലോ, അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SO3 ആണോ കൂടുതൽ അസിഡിക്, SO2 ആണോ? SO3. ക്ലിയർ? ഇനി റിയാക്ടിവിറ്റി ടുവേഴ്സ് ഹാലജൻ, റിയാക്ടിവിറ്റി ടുവേഴ്സ് ഹാലജൻ. യെസ്, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് EX6 ഉണ്ട്, EX4 ഉണ്ട്, EX2 ഉണ്ട് കേട്ടോ. അപ്പോൾ 3 ടൈപ്പ് ഓക്സിഡേഷൻ നമ്പർ +6ഉം +4ഉം +2 അല്ലേ. അപ്പോൾ 3 ടൈപ്പ് ഹാലജൻ ഉണ്ടാക്കുന്നത്, EX6, EX4 ആൻഡ് EX2 കേട്ടോ. അപ്പോൾ ഇനി അതേ സമയത്ത് പിന്നെ എന്താണ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഹാലൈഡ്സ്, ഏറ്റവും കൂടുതൽ സ്റ്റേബിളായ ഹാലൈഡ് ഫ്ലൂറൈഡാണ്. കാരണം ഫ്ലൂറിന് സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്. ഫ്ലൂറിൻ ചെറിയ ആറ്റല്ലേ, എണ്ണം കൂടുന്തോറും സ്റ്റെറിക് ഫാക്ടർ നോക്കും കേട്ടില്ലേ. അപ്പോൾ ഫ്ലൂറൈഡ് ഹാലൈഡിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ കേട്ടില്ലേ, ഏതാണ് ഹാലൈഡിൻ്റെ സ്റ്റെബിലിറ്റി ഓർഡർ? ഉദാഹരണത്തിന് പിന്നെ SF6 ഉണ്ട്, പിന്നെയോ SCl6 ഉണ്ട്. ഏതാ സ്റ്റേബിൾ? SF6 കേട്ടില്ലേ. അതേപോലെ തന്നെ ആ രൂപത്തിലാണ് പറയണത്. SF4 ഉണ്ട്, SCF4 ഉണ്ട്. ഏതാ സ്റ്റേബിൾ? SF4 കേട്ടില്ല. ഫ്ലൂറൈഡാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ, പിന്നെ ക്ലോറൈഡ്, പിന്നെ ബ്രോമൈഡ്, പിന്നെ അയഡൈഡ് കേട്ടോ. ഹെക്സാ ഹാലൈഡ്സിൽ ഏത് ഹെക്സാ ഹാലൈഡ് ഉണ്ട്, അതിൽ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡാണ് ഏറ്റവും സ്റ്റേബിൾ കേട്ടോ. ഹെക്സാ ഹാലൈഡ് ഉണ്ട്, അതിൽ ഹെക്സാ ഫ്ലൂറൈഡാണ് ഏറ്റവും സ്റ്റേബിൾ. SF6 എപ്പോഴും ഏത് ഏറ്റവും സ്റ്റേബിളായ ഹെക്സാ ഹാലൈഡ് SF6 ആണ്. അതിന് കാരണം സ്റ്റെറിക് എഫക്റ്റ് ഉണ്ടെന്നേ കേട്ടോ. സ്റ്റെറിക് എഫക്റ്റ് കുറഞ്ഞതുകൊണ്ട്, ഫ്ലൂറിൻ ചെറിയ ആറ്റം ആയതുകൊണ്ട്. അപ്പോൾ SF6 എക്സെപ്ഷണലി സ്റ്റേബിൾ ഡ്യൂ ടു സ്റ്റെറിക് ഫാക്ടേഴ്സ് കേട്ടോ. SF6 എക്സെപ്ഷണലി സ്റ്റേബിൾ ഡ്യൂ ടു സ്റ്റെറിക് ഫാക്ടേഴ്സ്. SF6 എക്സെപ്ഷണലി സ്റ്റേബിൾ ഡ്യൂ ടു സ്റ്റെറിക് ഫാക്ടേഴ്സ്. യെസ്, ഇനി ശ്രദ്ധിക്കുക, ടെട്രാഫ്ലൂറൈഡ്സ്, ടെട്രാഫ്ലൂറിൽ SF4 ഒരു ഗ്യാസാണ്, SF4. അതുപോലെ SeF4 ലിക്വിഡാണ്, TeF4 സോളിഡാണ്. ഓർമ്മിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നോക്കുക, SF6 പോലുള്ള എല്ലാ ഹെക്സാ ഹാലൈഡും SeF4 പോലുള്ള ടെട്രാ ഹാലൈഡ്, ഇതിലിപ്പം 6 ബോൺ പെയറും 0 ലോൺ പെയർ ആണ്. 6 ബോൺ പെയർ ആകുമ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3d2 ആയിരിക്കും. അതെങ്ങനെ കിട്ടുക വെച്ചാൽ 6 അല്ലേ വേണ്ടത്. 6 എന്ന് പറയുമ്പോൾ 1, 3, 4, 2, 6 കേട്ടോ. ഒരു S, 3 P, 2 D, ടോട്ടൽ 6 ഇട്ടൂലേ, sp3d2. അതേപോലെ SeF4 ആകുമ്പോൾ 4 ബോൺ പെയറായി. പക്ഷേ ഏത് സെലിനി 6 ഇലക്ട്രോൺ ആകുമ്പോൾ 6ൽ 4 ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ലോൺ പെയർ. അപ്പോൾ ഇത് sp3d ആയിരിക്കും, sp3d. ഇതിൻ്റെ ഷേപ്പ് ഒക്ടാഹീഡ്രൽ. ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നറിയോ? സ്ക്വയർ പിരമിഡൽ കേട്ടോ, സ്ക്വയർ പിരമിഡൽ. ക്ലിയർ ആയല്ലോ? സ്ക്വയർ 4 ബോൺ പെയർ ലോൺ പെയറും സ്ക്വയർ പിരമിഡൽ അല്ല, സോറി. 4 ബോൺ പെയർ ഒരു ലോൺ പെയർ അല്ലുള്ള, അത് സീസോ ആണ്, സീസോ കേട്ടോ, സീസോ. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഹെക്സാ ഹാലൈഡ്സിലെ EF6ൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d2 ഷേപ്പ് ഒക്ടാഹീഡ്രൽ. EF4ൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3d ഷേപ്പ് സീസോ. ക്ലിയർ ആയില്ലേ? ഉദാഹരണത്തിന് SF6 ആണ് വരയ്ക്കുന്നതെങ്കിൽ യെസ്, നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഒക്ടാഹീഡ്രൽ ഷേപ്പ് വരയ്ക്കാൻ അറിയില്ലേ? ഇത് വരയ്ക്കുക, സൾഫർ എടുക്കുക, യെസ്, SF6 കിട്ടിയല്ലോ. ഇതാണ് SF6ൻ്റെ ഷേപ്പ്. ഓക്കെ,
അതേസമയം SF4 ആണെങ്കിൽ ശ്രദ്ധിക്കുക, 4 ബോണ്ട് പെയർ ലോൺ പെയർ അല്ലേ വരുന്നത്, 4 ബോണ്ട് പെയർ ലോൺ പെയർ. ഈ ലോൺ പെയർ എവിടെ കൊടുക്കുക? ആക്സിയൽ പൊസിഷനിൽ കൊടുക്കുക, ബാക്കി F കൊടുക്കുക. 4 1 5 ആയതുകൊണ്ടാണ് ആദ്യം ട്രൈഗണൽ ബൈ പിരമിഡ് വരച്ചത്. ട്രൈഗണൽ ബൈ പിരമിഡലിന് ഒരു കോർണറിൽ ലോൺ പെയർ കൊടുക്കും. ട്രൈഗണൽ ബൈ പിരമിഡലിൽ ആക്സിയൽ പൊസിഷനിൽ ലോൺ പെയർ കൊടുത്താൽ ആ ഷേപ്പിനെ സീസോ എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ സീസോ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഐഡിയ ക്ലിയർ ആയല്ലോ. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ഐഡിയ ക്ലിയർ ആയി ഇരിക്കണേ. ഇനി ചെയ്യേണ്ടത് പിന്നെ ഓക്സിജൻ ഒഴികെയുള്ള എലമെൻറ്റ്സ് ഡൈക്ലോറൈഡും ഡൈബ്രോമൈഡും ഫോം ചെയ്യും. ഓക്സിജൻ ഒഴികെയുള്ള എല്ലാ എലമെൻറ്റ്സും ക്ലോറൈഡും ഡൈബ്രോമൈഡും ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഡൈക്ലോറൈഡ് ഡൈബ്രോമൈഡ് എന്ന് പറയുമ്പോൾ ഒരു സൾഫർ ഡൈക്ലോറൈഡ് ഉണ്ട്, SCl2 ആകുമ്പോൾ 2 ബോണ്ട് പെയർ ഉണ്ട്. 6ൽ 2 പോയി കഴിഞ്ഞാൽ 6ൽ 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്ത് 4 എന്ന് പറഞ്ഞാൽ 2 ലോൺ പെയർ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3, കാരണം 4 അല്ലേ, 2 2 4, അപ്പോൾ ഒരു S 3p sp3. പക്ഷെ ഷേപ്പ് ഇത് ബെൻഡ് അല്ലെങ്കിൽ വി ആണ് കേട്ടോ, ബെൻഡ് ഓർ ബി കേട്ടോ. ടെട്രാഹൈഡ്രലല്ലേ, ടെട്രാഹൈഡ്രൽ മൊത്തം കൂട്ടിയ ടെട്രാഹൈഡ്രൽ ടെക്സ്റ്റ് ടെട്രാഹൈഡ്രൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥ ഷേപ്പ് ബെൻഡ് അല്ലെങ്കിൽ ബി ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് SCl2 വരയ്ക്കുന്നതെങ്കിൽ എസ് പിന്നെ ശരിക്കും ഇങ്ങനെയല്ലേ ടെട്രാഹൈഡ്രൽ വരിക. ഇവിടെ 2 സ്ഥലത്ത് ലോൺ പെയർ കൊടുക്കുക, ബാക്കിയോ ക്ലോറിൻ കേട്ടോ. ഈ ലോൺ പെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർബിറ്റിലാക്കി വരച്ചിട്ട് വരക്കാം. ഇവിടെ ലോൺ പെയർ, പിന്നെയോ ഇവിടെ ലോൺ പെയർ, കണ്ടില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ബെൻഡ് അല്ലെങ്കിൽ എന്താണ് വി ഷേപ്പാണ്. ക്ലിയർ ആയോ? ഏത് എലമെൻറ്റ് ഡൈക്ലോറൈഡ് ഡൈബ്രോമൈഡ് ഫോം ചെയ്യുന്നില്ല? ഓക്സിജൻ കേട്ടോ. ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് ഫോം ചെയ്യുന്നുണ്ട്, OF2. ഓക്കെ, ഇനി അതേസമയം അടുത്തത് എന്താണ്? നെക്സ്റ്റ് മോണോ ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് സൾഫറും സെലീനിയം ഒക്കെ ഫോം ചെയ്യുന്നത് കേട്ടോ. സൾഫർ സെലീനിയം ഒക്കെ പിന്നെ മോണോ ഹാലൈഡ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ഡൈമറിക്കാണ്. എന്താണ്? മോണോ ഹാലൈഡ് ഫോം ചെയ്യുന്നുണ്ട്, ഡൈമറിക്കാണ്. എക്സാമ്പിൾ S2F2, S2Cl2, S2Br2, SC2Cl2, SC2Br2. ക്ലിയർ ആയില്ലേ? SC2Br2 ഡൈഹാലൈഡ് അല്ലാതെ മോണോ ഹാലൈഡ് ആണ്, പക്ഷേ ഡൈമറിക്കാണ്. മനസ്സിലായി? മോണോ ഹാലൈഡ് എന്താണ്? ഡൈമറിക്കാണ്. ക്ലിയർ ആയി? സൾഫറിൻ്റെ മോണോ ഹാലൈഡിൻ്റെ ഫോമുല SCl ആണോ S2Cl2 ആണോ? S2Cl2, കാരണം 2 SCl കമ്പൈൻ ചെയ്താലേ S2Cl2 ഇട്ടൽ. ഇപ്പോൾ ഡൈമറിക്കാണ്. ഇനി ഈ ഡൈമറിക്കായിട്ടുള്ള മോണോ ഹാലൈഡ് ചൂടാക്കുമ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും. ബാലൻസ് ഒന്നും ചെയ്യണമെന്നില്ല. ഇവിടെ നോക്കുക, ഇപ്പോൾ Se2Cl2 ഹീറ്റ് ചെയ്യുക. Se2Cl2 ഹീറ്റ് ചെയ്യുമ്പോൾ SeCl4ഉം പിന്നെ എന്താ കിട്ടുക? സെലീനിയം കിട്ടും. SeCl4ഉം സെലീനിയം. ക്ലിയർ ആയോ? Se2Cl2ൽ സെലീനിയം +1 ആണ്, ഇത് +4 ആയി, ഇത് 0 ആയി. ഉണ്ടോ? +4 ആയി 0 ആയി. അപ്പോൾ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. അപ്പോൾ മോണോ ഹാലൈഡ്സ് ആർ ഡൈമറിക് ഇൻ നേച്ചർ. വെൻ ഹീറ്റഡ് ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. മനസ്സിലായില്ലേ? എഴുതി എല്ലാവരും? മോണോ ഹാലൈഡ്സ് ആർ ഡൈമറിക് ഇൻ നേച്ചർ. വെൻ ഹീറ്റഡ് ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. മോണോ ഹാലൈഡ്സ് ആർ ഡൈമറിക് ഇൻ നേച്ചർ. വെൻ ഹീറ്റഡ് ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. ക്ലിയർ ആയല്ലോ? വെൻ ഹീറ്റഡ് ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. ഓക്കെ, വെൻ ഹീറ്റഡ് ദേ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. ക്ലിയർ ആയല്ലോ? പിന്നെ ഇനി H2S is acidic while H2T acidic then more acidic than H2T. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, H2S is more acidic than H2T due to the decrease in bond dissociation enthalpy. ബോണ്ട് എൻതാൽപ്പി ഞാൻ പറഞ്ഞില്ലേ, ബോണ്ട് സ്ട്രെങ്ത് കുറയും. SH ബോണ്ടിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കുറവാണ് TH ബോണ്ടിൻ്റെ സ്ട്രെങ്ത്. നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇനി ഡൈഓക്സിജൻ തന്നെ ഓക്സിജൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോട്ടിൽ നോക്കിയാൽ മതി. കുറച്ച് ഇത് ചൂടാക്കിയാൽ മതി. ഒന്ന് പൊട്ടാസ്യം ക്ലോറേറ്റ്, KClO3 ചൂടാക്കിയാൽ ഓക്സിജനും KClഉം കിട്ടും. ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല. KClO3 ചൂടാക്കിയെന്ന് കിട്ടും. O2 + KCl. അതുപോലെ തന്നെ
മെറ്റലിൻ്റെ ഓക്സൈഡ് സിൽവറിൻ്റെ ഓക്സൈഡായ Ag2O ഹീറ്റ് ചെയ്താൽ Agയും ഓക്സിജൻ കിട്ടും. Ag2O ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? Ag ഓക്സിജൻ. മെർക്കുറിയുടെ ഓക്സൈഡായ HgO ചൂടാക്കിയാൽ Hgയും ഓക്സിജൻ കിട്ടും. HgO ചൂടാക്കിയാൽ Hgയും ഓക്സിജൻ കിട്ടും. അതിന് ഇമ്പോർട്ടൻസ് ഈ രണ്ട് മെറ്റലിൻ്റെ ഓക്സൈഡും ചൂടാക്കിയാൽ മെറ്റലും ഓക്സിജൻ കിട്ടും. ഏതൊക്കെ? സിൽവറിൻ്റെയും മെർക്കുറിയുടെയും. പിന്നെ Pb3O4 ചൂടാക്കിയാലും PbO2 ചൂടാക്കിയാലും ഏത് കിട്ടും? ഓക്സിജൻ കിട്ടും. കൂടാതെ PbOയും കിട്ടും കേട്ടോ. രണ്ട് ചൂടാക്കിയാൽ PbOയും ഓക്സിജൻ കിട്ടും. Pb3O4 എന്ന് പറഞ്ഞാൽ റെഡ് ലെഡാണ് കേട്ടോ, റെഡ് ലെഡ്. Pb3O4 ഹീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? PbO+O2. PbO2 ചൂടാക്കിയാലും എന്താ കിട്ടല്? PbO+O2. ഓക്കെ. പിന്നെ ഇൻഡസ്ട്രിയലി ഡൈ ഓക്സിജൻ ഒബ്റ്റെയിൻഡ് ഫ്രം എയർ ബൈ ഫസ്റ്റ് റിമൂവിങ് carbon dioxide and water vapor, and then the remaining gas are liquefied and fractionally distilled to give the dinitrogen and dioxygen കേട്ടോ. ഇൻഡസ്ട്രിയിൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന എയറിൽ നിന്നാണ്. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഗ്യാസ് ലിക്വിഫൈ ചെയ്തിട്ട് അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തും. ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ബോയിലിംഗ് പോയിന്റ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഇൻഡസ്ട്രിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ വേറൊരു കോമ്പൗണ്ടാണ് ഓസോൺ. ഓസോൺ നമുക്കറിയാം, ഓസോൺ സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് വഴിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഓസോണൈസർ എന്ന് പറയും. ഓക്സിജനെ ഓസോണാക്കി കൺവേർട്ട് ചെയ്യുന്ന ഉപകരണത്തിന് ഓസോണൈസർ എന്ന് പറയും. അതിന് സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് നടത്തണം. സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ഞാൻ ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു തരാം. When a slow dry stream of oxygen is passed through a silent electric discharge, conversion of oxygen to ozone, അതായത് ഏതാണ്ട് 10% occurs. The product is known as ozonized oxygen കേട്ടോ. അപ്പോൾ ഓസോണൈസർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് നടത്തണം. അന്നേരം ഓക്സിജൻ്റെ 90% ഓക്സിജൻ അതുപോലെ ഉണ്ടാവും, പക്ഷേ 10% ഓസോണായി മാറും. മനസ്സിലായോ? അതിന് ഓസോണൈസ്ഡ് ഓക്സിജൻ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി ആ ഓസോൺ ഉണ്ടാക്കുന്ന റിയാക്ഷൻ എന്താണ്? പിന്നെ എൻഡോതെർമിക്കാണ്. അതുകൊണ്ടാണ് സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് നടത്തേണ്ടത് കേട്ടോ. ആ റിയാക്ഷൻ എൻഡോതെർമിക് ആയതുകൊണ്ട് ഓസോൺ ഡീകമ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാതെ, വളരെയധികം വർദ്ധിപ്പിക്കാതെയുള്ള ഡിസ്ചാർജിനെയാണ് സൈലൻറ്റ് ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറയല്. മനസ്സിലായോ? അപ്പോൾ അതിന് കാരണം സിൻസ് ദി ഫോർമേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓസോൺ ഈസ് എൻഡോതെർമിക്. ക്ലിയർ ആയില്ലേ? അതിന് ഡെൽറ്റ എച്ച് ഉണ്ടോ? +142 kJ/mol. ഓക്കെ. പ്രോപ്പർട്ടീസിലെ ഓസോൺ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ O3 O2 + O എന്ന് പറഞ്ഞാൽ നേസൻ്റ് ഓക്സിജൻ. ക്ലിയർ ആയില്ലേ? അതുകൊണ്ടാണ് അത് ഓക്സിഡൈസിങ് ആയി മാറുന്നത്. അത് ലെഡ് സൾഫൈഡിനെ ലെഡ് സൾഫേറ്റ് ആക്കി മാറ്റും. പൊട്ടാസ്യം അയോഡൈഡ് അല്ലെങ്കിൽ അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റും കേട്ടോ. അല്ലെങ്കിൽ മനസ്സിലായല്ലോ? അതായത് PbS ഇല്ലേ മക്കളെ, PbS, ഈ PbSനെ എന്താക്കി മാറ്റും? PbSനെ PbSO4 ആക്കും. PbSO4 + O3 gives PbS + O3 gives PbSO4 + എന്താണ്? O2. ഇത് ബാലൻസ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. കാരണം എത്ര O വേണം? 4O. അപ്പോൾ ഒരു O3 നിന്ന് ഒരു O കിട്ടും. അപ്പോൾ 4O3 എത്ര O? 4O ആവും. അപ്പോൾ PbSO4 ആയി. അപ്പോൾ 4O2. പഠിച്ചില്ലേ? ഇതാണ് റിയാക്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഈ ഓൾഡ് ലെഡ് പെയിൻറ്റിങ്സ് ഇല്ലേ, ഓൾഡ് ലെഡ് പെയിൻറ്റിങ്സ്, പെയിൻറ്റിങ് ലെഡ് വൈറ്റ് ആണ്, പക്ഷേ ഓൾഡ് ലെഡ് പെയിൻറ്റിംഗ് ഒക്കെ കുറേ കഴിഞ്ഞാൽ ഇത് പഴയ പെയിൻറ്റിംഗ് ആണെങ്കിൽ അത് കുറേ കഴിഞ്ഞാൽ ബ്ലാക്കായി മാറും. ആ ബ്ലാക്ക് ഈ ലെഡ് സൾഫൈഡാണ്. ആ ലെഡ് സൾഫൈഡിനെ ലെഡ് സൾഫേറ്റ് ആക്കി മാറ്റിയാൽ വൈറ്റ് ആവും. അപ്പോൾ ഓസോൺ ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ ദി ഒറിജിനൽ വൈറ്റ് കളർ ഓഫ് ഓൾഡ് ലെഡ് പെയിൻറ്റിങ്. കഴിഞ്ഞ പോലെ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് കഴിഞ്ഞ വർഷത്തെ 11ാമത്തെ ക്ലാസ്സിലെ ടോപ്പിക്കിൽ ഹൈഡ്രജൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓസോൺ ഈസ് യൂസ്ഡ് ടു റീസ്റ്റോർ ദി ഒറിജിനൽ വൈറ്റ് കളർ ഓഫ് ഓൾഡ് ലെഡ് പെയിൻറ്റിംഗ്. ദി പ്രോപ്പർട്ടി ബിഹൈൻഡ് ഈസ് ഓക്സിഡേഷൻ. ഇക്വേഷൻ PbS + 4O3 gives PbSO4 + 4O2. പിന്നെ അത് പൊട്ടാസ്യം അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റും കേട്ടോ. അപ്പോൾ O3 + Ki + വാട്ടർ ആണ്, അക്വ സൊല്യൂഷൻ ആണ്, അത് എന്താക്കി മാറ്റും? അയോഡിനാക്കി മാറ്റും. ക്ലിയർ ആയോ? +O2 കിട്ടും എന്തായാലും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ പിന്നെ പൊട്ടാസ്യം അയോഡൈഡും കിട്ടും. പൊട്ടാസ്യം ഏത് KOH കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡിനെ എന്താക്കി മാറ്റും? പൊട്ടാസ്യം അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റും. ഓക്കെ.
പൊട്ടാസ്യം അയോഡൈഡിനെ അയോഡിനാക്കി മാറ്റും. ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾക്ക് പൊട്ടാസ്യം അയോഡൈഡ് വരെ ടെക്സ്റ്റ് ബുക്ക് ഇതിൽ നോട്ടിൽ ഞാൻ എഴുതിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിലത്തെ പോലെയാണ് എഴുതിയിട്ടുള്ളത്. O3 + I- + വാട്ടർ ബാലൻസും ചെയ്യേണ്ട, എന്താ കിട്ടുക? I2 + O2 + OH- കിട്ടോ? ഇങ്ങനെ കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഐഡിയ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി രണ്ടെണ്ണം പറഞ്ഞ ഏതൊക്കെയാണ്? ഓസോൺ ഓക്സിഡൈസ് lead sulfide to lead sulfate. ഓക്കെ ഓക്കെ, ഓസോൺ ഓക്സിഡൈസ് lead sulfide to lead sulfate. അതുകൊണ്ട് ഈ ഓസോണ് ഡ്രൈ ബ്ലീച്ച് എന്ന് പറയലുണ്ട്. കാരണം വാട്ടർ ഇല്ലാതെ എന്ത് ചെയ്യും? ഈ കളറില്ലാതിനെ കളറില്ലാണ്ടാക്കും. അതുകൊണ്ട് ഇതിനെ ഡ്രൈ ബ്ലീച്ച് എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, പിന്നെ ഓസോൺ ഓക്സിഡൈസ് പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ. ഓസോൺ ഓക്സിഡൈസ് പൊട്ടാസ്യം അയോഡൈഡ് ടു അയോഡിൻ. ക്ലിയർ ആയില്ലേ? ഇനി ഓസോണിൻ്റെ എസ്റ്റിമേഷൻ നടത്തൽ. ഈ ഓസോൺ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് റിയാക്ട് അയോഡിൻ ഉണ്ടാവില്ലേ? ആ അയോഡിൻ സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ച് ടൈട്രേഷൻ നടത്തും. നമുക്കതിൻ്റെ കെമിസ്ട്രി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, അത് കുറച്ച് ഡെപ്തിലുള്ളതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഓസോണിൻ്റെ എസ്റ്റിമേഷൻ ചോദിച്ചാൽ പറയേണ്ടത്, ഓസോണിന് ഒരു ബഫർ ഉപയോഗിക്കും. ബോറേറ്റ് ബഫറിൻ്റെ pH വാല്യൂ എത്ര? 9.2 pH വാല്യൂ ഉള്ള ഒരു ബോറേറ്റ് ബഫറിൻ്റെ പ്രസൻസിൽ പിന്നെ ഓസോണിനെ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അയോഡിൻ കിട്ടും. ആ അയോഡിനെ സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ച് ടൈട്രേഷൻ നടത്തും. അങ്ങനെ എന്താക്കി മാറ്റും? സോഡിയം തയോസൾഫേറ്റ് ഉപയോഗിച്ച് ടൈട്രേഷൻ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ എസ്റ്റിമേഷൻ നടത്തും. അതിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കും കേട്ടോ. അപ്പോൾ ഹൗ വിൽ യു എസ്റ്റിമേറ്റ് ഓസോൺ എന്ന് ചോദിച്ചാലോ? അത് ഇങ്ങനെ പറഞ്ഞാൽ മതി. വെൻ ഓസോൺ റിയാക്ട്സ് വിത്ത് എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ. നോട്ടിലുണ്ട് കൊണ്ട് ഞാൻ വേഗത്തിൽ പറയുന്നു. എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ബഫേർഡ് വിത്ത് എ ബോറേറ്റ് ബഫർ pH 9.2 iodine is liberated which can be titrated against a standard solution of sodium thiosulfate. This is quantitative method for the estimation of ozone. പിന്നെ ഓസോൺ ഒരു ബെൻഡ് ഗ്യാസ് ആണ്. ഓസോണിൻ്റെ ഷേപ്പ് ബെൻഡാണ്. അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. O സിംഗിൾ ബോണ്ടോ എന്നുക ഇവിടെ പ്ലസ് എഴുതുക. മനസ്സിലായില്ലേ? ഇതാ ഇത് ഇവിടെ മൈനസ് എഴുതുക. ഇതാണ് ഓസോണിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ. ഓക്കെ, ഇനി അതിൻ്റെ രണ്ട് റെസൊണൻസ് സ്ട്രക്ചർ എഴുതുമ്പോൾ O+ സിംഗിൾ ബോണ്ട് O- ഡബിൾ ബോണ്ട് O. പിന്നെ അടുത്ത് O ഡബിൾ ബോണ്ട് O പ്ലസ് സിംഗിൾ ബോണ്ട് O-. ഇതാണ് ഓസോണിൻ്റെ ഏത് പിന്നെ റെസൊണൻസ് സ്ട്രക്ചർ കേട്ടോ. ഓസോൺ ഇസ് എ റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് ദി റെസൊണൻസ് സ്ട്രക്ചർ. ഓസോണിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ ഇതാണ്. ഓസോൺ ഇസ് എ റെസൊണൻസ് ഹൈബ്രിഡ് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഇതാണ് അതിനുശേഷം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. ഇതിൻ്റെ ഇത് 128 പൈക്കോമീറ്റർ ആണ്. ഇതും 128 പൈക്കോമീറ്റർ ആണ് കേട്ടോ. ഒറ്റ ടൈപ്പ് ബോണ്ട് ലെങ്തേ ഉള്ളൂ. അങ്ങനെ രണ്ട് ബോണ്ട് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഓസോൺ ആംഗുലാർ ആണ്, അതായത് ബെൻഡാണ്, പിന്നെ അല്ലെങ്കിൽ വി ഷേപ്പാണ്. അതിന് ഒറ്റ ടൈപ്പ് ബോണ്ട് ലെങ്തേ ഉള്ളൂ. 128 പൈക്കോമീറ്റർ ആണ്. മനസ്സിലായാലോ? അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ?